അപ്പം പോലീസ് യൂണിഫോമിൽ വന്ന് വീഡിയോ കോളിൽ വന്നിട്ട് നിന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നീ അത് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു അല്ലേ? അത് പിന്നെ സാറേ ഞാൻ അയച്ച പാഴ്സലിനകത്ത് MDMA ഉണ്ട്, നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാന്നൊക്കെ പറഞ്ഞപ്പോളേ ഞാൻ പെട്ടെന്ന് അങ്ങ് പേടിച്ച് അങ്ങ് വിശ്വസിച്ചു പോയി. ഞാൻ അവർ പറഞ്ഞ അക്കൗണ്ടോട് അറിയാതെ പൈസ അങ്ങ് ഇട്ട് കൊടുത്തു. നീ അതിന് പാഴ്സലും അല്ല ഇവിടുന്ന് വിട്ടായിരുന്നു? അപ്പൊ ഞാൻ പാഴ്സലൊന്നും വിട്ടിട്ടില്ല. ഇനി എങ്ങാണോ അറിയാതെ എന്റെ പേര് ഒരു പാഴ്സൽ പോയി അതിനകത്ത് MDMA ഉണ്ടായിരുന്നെങ്കിൽ. അയ്യോ, സാമാന്യ ബോധം കൊണ്ടോട് തനിക്ക്. അല്ല സാറേ, ചിലപ്പോ എന്റെ സ്ഥാനം ചിലപ്പോ സാറാണെങ്കിൽ പോലും പറ്റിപ്പോത്തില്ല എനിക്ക്. പക്ഷെ പറ്റിപ്പോയി, എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഊരാ. തൽക്കാലം താൻ പേടിക്കണ്ട, നമുക്കൊരു കേസ് ഫയൽ ചെയ്യാം. പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ 1930 എന്ന നമ്പറിൽ അപ്പോഴേ കോണ്ടാക്ട് ചെയ്തേക്കണം. സെറ്റ്. നമ്പർ എത്ര? 19 രൂപ. എടോ 1930 1930. ഇപ്പഴാ സാറേ സാർ മുമ്പേ പറഞ്ഞ സാമാന്യ ബോധം എനിക്ക് വന്നത്. അതുണ്ടായാ കൊള്ളാം. ഉണ്ട് സാർ, ഇപ്പൊ നല്ല പോലെ ആയിട്ടുണ്ട്. ഇന്നൊരു ചെലവുണ്ട്. എന്തിന്റെ? സാറ് വെളി പറയണ്ട, എനിക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട്. ലോട്ടറി ഒക്കെ എടുക്കും? ഞാൻ ലോട്ടറി എടുക്കത്തില്ല, ഇതേതോ പാപ്പിടിച്ച പൊട്ടടിച്ച ലോട്ടറിയാ. അത് കറങ്ങി തിരിഞ്ഞ് എനിക്കാ വന്നേ. ഒരു ബെൻസ് കാർ 20 ലക്ഷം രൂപയാ. ഒരു 10,000 രൂപ ടാക്സ് മാത്രം അടച്ചാൽ മതി. അടയ്ക്കാൻ പോകുന്ന വഴിക്ക് അങ്ങോട്ട് കയറിയതാ ഞാൻ. എന്നാ പോയിട്ട് കേട്ടെ, ചെലവുണ്ട് കേട്ടോ, പറഞ്ഞ. അതെ, ഞാൻ ആ പറഞ്ഞ നമ്പർ ഒന്നുകൂടെ ഒന്ന് സേവ് ചെയ്യുന്നത് നല്ലതാ. 1930 ഇല്ലയോ? ആ, അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നന്നാവുന്നതിന്റെ കുശുമ്പ എങ്ങേർക്കും. ഇവൻ നന്നാവും തോന്നുന്നില്ല. നിങ്ങളോ?